ഹലോ, അപ്പോൾ നമുക്കിന്നൊരു ബാഗ് തയ്ച്ചെടുക്കാം കേട്ടോ. 25 ഇഞ്ച് നീളത്തിലും 15 ഇഞ്ച് വീതിയിലും ഒരു പീസ് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ ബാക്കിൽ അതേ നീളത്തിലും വീതിയിലും ഒരു ചാക്ക് കട്ട് ചെയ്തിട്ട് അത് തയ്ച്ച് വെക്കുക. അതുപോലെ 17 ഇഞ്ച് നീളവും 4 ഇഞ്ച് വീതിയുള്ള 2 ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഉള്ളിലാക്കി മടക്കിയിട്ട് തയ്ച്ച് വെക്കുക. എന്നിട്ട് ഈ പീസിൻ്റെ 5 ഇഞ്ച് വീതിയിൽ 2 സൈഡൊന്നും എടുത്തിട്ട് അളവ് വെച്ചിട്ട് നമുക്ക് ആ പീസ് കഴിയുമ്പോൾ അടിച്ചു കൊടുക്കുക. 2 സൈഡിൽ അതുപോലെ 5 ഇഞ്ച് വീതി എടുത്തിട്ട് തയ്ച്ചെടുക്കുക. ഇതുപോലെ തയ്ച്ചെടുക്കുക 2 സൈഡും. ഇതിനൊക്കെ ക്ലോത്ത് എടുക്കുമ്പോൾ നമ്മൾ നല്ല കോട്ടൻ്റെ ക്ലോത്ത് തന്നെ എടുക്കാൻ ശ്രമിക്കുക. അതാകുമ്പോൾ അതുപോലെ കട്ടിയുള്ള ഏതെങ്കിലും ക്ലോത്ത് എടുക്കുക. അതാകുമ്പോഴേ നല്ല നീറ്റായി കിടക്കുകയുള്ളൂ. പിന്നെ 2 പീസ് ഇതുപോലെ എടുക്കുക. 3.5 ഇഞ്ച് വിടത്തിൽ 15 ഇഞ്ച് നീളത്തിലും അങ്ങനെ എടുത്തിട്ട് ഇതുപോലെ മറിച്ച് അടിച്ച് വെക്കുക. 2 സൈഡിലും അടിക്കുക. ഇതുപോലെ തയ്ച്ച് വെക്കുക കേട്ടോ. 3.5 ഇഞ്ച് വീതിയാണ് എടുത്തത്. അതുപോലെ തന്നെ 2 സൈഡിലും അടിച്ചെടുക്കുക. എന്നിട്ട് ഇതുപോലെ മറിച്ചിട്ട് ഇങ്ങോട്ട് അടിച്ച് വെക്കുക. ഉള്ളിലോട്ടായിട്ട് അടിച്ച് വെക്കുക. ഇതുപോലെ ഉള്ളിലേക്കാക്കിയിട്ട് തയ്ച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ വരുന്ന ഭാഗം ഉണ്ടല്ലോ, അത് നമുക്ക് ഉള്ളിലോട്ട് മടക്കിയിട്ട് ഒന്നും കൂടി തയ്ച്ചെടുക്കുക. ഇതുപോലെ തയ്ച്ചെടുക്കുക. അതുപോലെ തന്നെ 2 സൈഡും ചെയ്യുക. എന്നിട്ട് വെൽക്രോ എടുത്തിട്ട് 2 സൈഡിൽ ഓരോന്ന് തയ്ച്ച് പിടിപ്പിക്കുക. അതിൻ്റെ സെൻറ്റർ നോക്കിയിട്ട് 2 സൈഡിലും തയ്ച്ച് പിടിപ്പിക്കുക. ഇതുപോലെ തന്നെ 2 സൈഡും പിടിപ്പിച്ച് വെക്കുക. എന്നിട്ട് ഉള്ളിലോട്ടായിട്ട് ഇങ്ങനെ മടക്കി വെക്കുക. കറക്റ്റ് സെൻറ്റർ ആക്കിയിട്ട് മടക്കി വെച്ചിട്ട് 2 അറ്റവും കൂട്ടി തയ്ക്കുക. നല്ല രീതിയിൽ നോക്കിയിട്ട് 2 അറ്റവും കൂട്ടി തയ്ക്കുക. ഇതുപോലെ 2 അറ്റവും തയ്ച്ച ശേഷം പിന്നീട് നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ 2 ഭാഗങ്ങൾ 2 മൂലയിൽ താഴ്ഭാഗത്ത് 2 ഇഞ്ച് നീളത്തിലും വീതിയിലും ഒരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക എന്നുള്ള. സ്ക്വയർ ഷേപ്പ് 2 അറ്റത്തും വരച്ച ശേഷം ആ ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കുക. അത് രണ്ടും കട്ട് ചെയ്തെടുത്തിട്ട് 2 അറ്റവും കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കിങ്ങനെ ആ കോണുകൾ തമ്മിൽ ഇങ്ങനെ പിടിക്കുക. ഇതുപോലെ പിടിച്ചിട്ട് അവിടെ തയ്ച്ച് കൊടുക്കുക. അതുപോലെ തന്നെ 2 സൈഡും ചെയ്യുക. ബാഗിൻ്റെ അടിഭാഗം ഇങ്ങനെ പരന്നിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് കേട്ടോ. അങ്ങനെ ചെയ്താൽ എന്താ ഇതുപോലെ ഇരിക്കും. ബാഗ് അടിഭാഗം നല്ല നീറ്റായിട്ട് നമുക്ക് ബാഗ് വെക്കാൻ പറ്റുന്ന കോലത്തിലാവും. എന്നിട്ട് ഉള്ളിലോട്ട് മറിച്ചെടുക്കുക. അപ്പോൾ ഇതാ നമ്മളെ ബാഗ് സൂപ്പറായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്താൻ മറക്കുക.